ടോപ്പിക്കാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. നാൻഡ് ആൻഡ് നോർ നമുക്ക് പരിചയം ഇല്ല, കാരണം നമ്മളാകെ പഠിച്ചിട്ടുള്ളത് ബേസിക് ഗേറ്റുകളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഗേറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ 3 ബേസിക് ഗേറ്റ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ആൻഡ്, ഓർ, നോട്ട്. ഇത് 3 നമ്മുടെ ബേസിക് ഗേറ്റ്സ്. ഏറ്റവും ഫണ്ടമെൻ്റലി ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ഗേറ്റ്സ് ആണ് ബേസിക് ഗേറ്റ്സ് ആയ ആൻഡ്, ഓർ, നോട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സിനെ കുറിച്ചാണ്. നാൻഡും നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നറിയപ്പെടുന്നത്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ നാൻഡ് ആൻഡ് നോർ ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. നാൻഡും നോറും ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് എന്നറിയാൻ കാരണം നമ്മുടെ എല്ലാ തരത്തിലുള്ള ബൂലിയൻ ഫങ്ഷൻസും ഈ 2 ഗേറ്റ് കൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ബൂലിയൻ എക്സ്പ്രഷൻസും എല്ലാ ബൂലിയൻ ഫങ്ഷൻസും ഈ 2 ഗേറ്റ്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും കൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, അത് യൂണിവേഴ്സൽ ഗേറ്റ് എന്നറിയപ്പെടുന്നത്. മാത്രമല്ല അത് അഡ്വാൻറ്റേജസും കൂടിയാണ്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതിന് സാമ്പത്തികമായിട്ട് വലിയ കമ്പയർ ടു മറ്റ് ഗേറ്റ്സ് ആൻഡ് ഓർ നോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലാണ്. അത് കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ മിക്കവാറും IC-ൽ, അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പോലെയുള്ള ലോജിക് സർക്യൂട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നാൻഡ് നോർ ഗേറ്റുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്സിൽ നമുക്ക് സർക്യൂട്ട്സിലൊക്കെ നമുക്ക് ആൻഡ് ഓർ നോട്ട് പോലെയുള്ള ഗേറ്റുകളെ വെച്ച് നമുക്ക് സർക്യൂട്ട്സ് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമുക്ക് ആൻഡ് ഓർ നോട്ട് പോലെയുള്ള സർക്യൂട്ട്സിൽ, ലോജിക് സർക്യൂട്ട്സിൽ ആൻഡ് ഓർ നോട്ട് ഗേറ്റ് വയ്ക്കുന്നതിനെക്കാട്ടും സാമ്പത്തികമായിട്ട് ലാഭം ഏത് വയ്ക്കുന്നതിനാണ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ്. അപ്പോൾ നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് എന്താ യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയാൻ കാരണം എല്ലാവിധ ബൂലിയൻ ഫങ്ഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റും? ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റ് കൊണ്ട് പറ്റും. അത് അഡ്വാൻറ്റേജസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് പൈസ മുതൽ മുടക്കും മതി. അത് കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. മിക്കവാറും എല്ലാവിധ ബേസിക് ഗേറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ ബേസിക് ഗേറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും മതി. മാത്രമല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്ന മിക്ക IC ചിപ്സിലും, IC ഡിജിറ്റൽ ചിപ്സുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ആൻഡ് ഓർ നോട്ട്. ആൻഡ് ഓർ നോട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആരെ യൂസ് ചെയ്യാം? നാൻഡിനെയും നോറിനെയും യൂസ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് നാൻഡ് ഗേറ്റ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നാൻഡ് ഗേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൻഡ് ഗേറ്റ് നമുക്കറിയാം. എങ്ങനെയാണ് ആൻഡ് ഗേറ്റ്? ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. എയും ബിയും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? A × B അല്ലേ? ആൻഡ് ഗേറ്റ്, അതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഡോട്ടാണ് അല്ലേ? അപ്പോൾ എയും ബിയും ഒരു സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് A × B ആണ്. അതേപോലെ ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു നോട്ട് ഗേറ്റിൽ കൂടെ, ഇതാണ് നമ്മുടെ നോട്ട് ഗേറ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. 2 or 2 കൂടുതലോ ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഔട്ട്പുട്ടേ കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ്. അവിടെയും 2 കൂടുതൽ ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് A × B ആണെങ്കിൽ ഓർ ഗേറ്റ് എങ്ങനെയാണ്? A + B ആണ്. അതേപോലെ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നോട്ട് ഗേറ്റ്. A കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? A ബാർ കിട്ടും അല്ലേ? B കൊടുക്കുകയാണെങ്കിൽ B ബാർ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. 0 കൊടുക്കുകയാണെങ്കിൽ 1. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ A × B, ഈ A × Bനെ നമ്മൾ എന്തിൽ കൂടെ കടത്തി വിട്ടു? ഒരു നോട്ട് ഗേറ്റിൽ കൂടെ നമ്മൾ കടത്തി വിട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A × B ഇത് ഹോൾ ബാർന്ന് കിട്ടും. അതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻഡ് ഗേറ്റിനെ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ഗേറ്റ്? നാൻഡ് ഗേറ്റ് ആയിട്ട് മാറുന്നത്. ആൻഡ് ഗേറ്റിനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, ഇത് നമ്മുടെ ആൻഡ് അല്ലേ? എയും ബിയും. ഈ ആൻഡിൻ്റെ ഫ്രണ്ടിൽ ഒരു ബബിൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കും, ഒരു സ്മോൾ ബബിൾ. അതാണ് എന്ത്? A × B ദ ഹോൾ ബാർ കേട്ടോ. അപ്പോൾ A × B നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ബബിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് നാൻഡ് ഗേറ്റ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് A, B,
എ ഇൻറ്റു ബി, അതിന് ശേഷം എ ഇൻറ്റു ബി ബാർ നമുക്ക് നോക്കാം. എ ഇൻറ്റു ബി ബാർ, എ 0 0 0 1 1 0 1 1. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. 0 0 0 0 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോംപ്ലിമെൻറ്റ് എന്താണ്? 1 1 0. 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1, 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1, 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. അപ്പോൾ എ ഇൻറ്റു ബിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് 1, ഔട്ട്പുട്ട് 1 ആവണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് എന്ത് ഗേറ്റ്? നാൻഡ് ഗേറ്റ്. അപ്പോൾ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻഡ് ഗേറ്റിനെ ഒരു എന്തിൽ കൂടെ കടത്തിവിടുക? ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തിവിടുമ്പോൾ കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ നാൻഡ് ഗേറ്റ് ആ ബബിളിനെ പറയുന്ന പേരാണ് ഇൻവേർട്ട് ബബിൾ കേട്ടോ. നമ്മൾ ഈ ബബിളിനെ പറയുന്ന പേരാണ് ഇൻവേർട്ട് ബബിൾ. ആൻഡ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ബബിൾ ഇസ് ഇൻവേർട്ട് ബബിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. അടുത്ത ഗേറ്റാണ് നമ്മുടെ എന്ത് ഗേറ്റ്? നോർ ഗേറ്റ്. അപ്പോൾ നോർ ഗേറ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും എന്താണ്? ഒരു ഓർ ഗേറ്റിനെ, ഒരു ഓർ ഗേറ്റ് എയും ബിയും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓർ ഗേറ്റിൽ എ പ്ലസ് ബി അല്ലേ? അതിനെ നമ്മൾ എന്തിൽ കൂടെ കടത്തി വരുന്നു? ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വരുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി ബാർ. എയും ബിയും ഒരു ഓർ ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്താണ്? പ്ലസ് ആണ് അല്ലേ? അപ്പോൾ എയും ബിയും ഒരു ഓർ ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എ പ്ലസ് ബി കിട്ടും. അതിനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി ഹോൾ ബാർന്ന് കിട്ടും. സോ ഇൻവേർട്ടഡ് ഓർ ഗേറ്റിനെയാണ് നമ്മൾ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇൻവേർട്ട് ചെയ്യപ്പെട്ട ഓർ ഗേറ്റ്. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ബബിൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? എയും ബിയും ആയി കഴിഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ ബാർ ആയി. അപ്പോൾ എയും ബിനെ ഒരു ഓർ ഗേറ്റ് നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തായിട്ടും? എ പ്ലസ് ബി ഹോൾ ബാർ കിട്ടും കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ എന്തെന്ന്? ലോജിക്കൽ സിമ്പിൾ ഫോർ നോട്ട് ഗേറ്റ്. അതായത് എ ബി ഓർ ഗേറ്റ് ഒരു ഫ്രണ്ടിൽ എന്ത് വരും? ഒരു ബബിൾ വരും. ദാറ്റ് ഇസ് എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് കിട്ടും. അതാണ് നമ്മുടെ എന്ത് ഗേറ്റ്? നോർ ഗേറ്റ്. അപ്പോൾ നോർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ടാവും? ഒരു സ്മോൾ ബബിൾ ഉണ്ടാവും. ഇൻവേർട്ട് ബബിൾ എന്ന് പറയും. അതിനെയാണ് നമ്മളതെന്ന് പറയുന്നത് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു നോട്ട് ഗേറ്റ് കടന്നു പോകുമ്പോൾ നാൻഡ് ഗേറ്റ് ആവുന്നു. ഓർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു നോട്ട് ഗേറ്റ് പോകുമ്പോൾ അതെന്തായിരുന്നു? നോർ ഗേറ്റ് ആവുന്നു. ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഗേറ്റ്സ് പഠിച്ചത്? നമ്മുടെ നാൻഡും നോറും. ഈ നാൻഡും നോറുമാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും നോറിൻ്റെ ആകുമ്പോൾ? അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി എ പ്ലസ് ബി, നമ്മുടെ എ ഓർ ബി, എ പ്ലസ് ബി ഹോൾ ബാർ. ഇതാണ് നമ്മുടെ ഏത് ഗേറ്റ്? നോർ ഗേറ്റ്. 0 0 0 1 1 0 1 1. അപ്പോൾ 0 പ്ലസ് 0 0, 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1, 1 പ്ലസ് 1 1. ഇതിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻറ്റ് 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. അപ്പോൾ 1 0 0 ആണ് നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് നമ്മുടെ എന്ത് ഗേറ്റ്? നോർ ഗേറ്റ്. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബേസിക് ഗേറ്റ്സ് യൂസിങ് നാൻഡ് ആൻഡ് നോർ. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ഗേറ്റും, അതായത് ആൻഡ് ഓർ നോട്ട്, ഏത് ബേസിക് ഗേറ്റ്സ് ആയിക്കോട്ടെ, ഏത് ഫണ്ടമെൻ്റൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ ഗേറ്റ്സും നമുക്ക് എന്ത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു? ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഓർ ഗേറ്റ് ആണെങ്കിലും ആൻഡ് ഗേറ്റ് ആണെങ്കിലും നോട്ട് ഗേറ്റ് ആണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാം? ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും കൊണ്ട് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബേസിക് ഗേറ്റുകൾ, അതായത് ആൻഡ് ഓർ നോട്ടിനെ നമ്മൾ എങ്ങനെ നാൻഡ് ഗേറ്റ് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് NAND gate, implementation of not using NAND gate.
ആദ്യം നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നോട്ട് ഗേറ്റ് എങ്ങനെ നമ്മൾ യൂസിങ് നാൻഡ് ഗേറ്റ് കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നോട്ട് ഗേറ്റ് നമ്മൾ എങ്ങനെ നാൻഡ് കൊണ്ട് ഇംപ്ലിമെൻറ്റ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ നാൻഡ് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ഗേറ്റിൻ്റെ ഇൻവേഴ്സ് ആയത് കാരണം നമുക്ക് എത്ര ഇൻപുട്സ് കൊടുക്കണം? 2 ഇൻപുട്സ് വേണം. അവിടെ 2 ആൻഡും ഓറും 2 ഇൻപുട്ടുള്ള ഗേറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ നാൻഡിനും എത്ര ഇൻപുട്ട് വേണം? 2 ഇൻപുട്ട് വേണം. അപ്പോൾ നമ്മൾ ഒരു എനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എനെ 2ലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ ഇത് നമ്മുടെ നാൻഡ് ഗേറ്റാണ് അല്ലേ. നാൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകതയാണിത്. ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ്. അപ്പോൾ ഇവിടെ എ ബി എന്നുള്ള 2 ഇൻപുട്സ് വേണം. ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ടേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതും എ ഇതും എ, ദാറ്റ് ഈസ് എ ഇൻറ്റു എ ദി ഹോൾ ബാർ അല്ലേ. എ ഇൻറ്റു എ ദി ഹോൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ എ ഇൻറ്റു എ എന്ന് പറഞ്ഞ സാധനം എന്താണ്? നമ്മൾ ഇതിന് മുമ്പ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ. എ ഇൻറ്റു നമ്മൾ പഠിച്ച ലോ പ്രകാരം എന്താണ്? എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ അല്ലേ. അതേപോലെ അതായത് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഐഡം പൊട്ടൻറ്റ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ. അതേപോലെ എ ഇൻറ്റു എ ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ബാർ. എ ഇൻറ്റു എ ബാർ എ ഇൻറ്റു എ ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ കടന്നു പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരുന്നത്? എ ബാർ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മളൊരു നോട്ട് ഗേറ്റിൽ കൂടെ എ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക? എ ബാറാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു നാൻഡ് ഗേറ്റിൽ 2 ഇൻപുട്സ് കൊടുക്കണം. 2 ഇൻപുട്സ് കൊടുക്കാൻ നമുക്ക് നോട്ട് ഗേറ്റിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻപുട്ടിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് കടത്തി വിടുമ്പോൾ എ ഇൻറ്റു എ ദ ഹോൾ ബാർ, നാൻഡിൽ എന്ത് കൊടുത്താലും അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കിട്ടുക അല്ലേ. അപ്പോൾ എ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എ ഇൻറ്റു എ വരും. അത് നാൻഡ് ഗേറ്റ് ആയത് കാരണം എ ഇൻറ്റു എ ബാർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ. എ ഇൻറ്റു എ ദ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ. അപ്പോൾ എ ഇൻപുട്ടായിട്ട് കൊടുത്ത് നോട്ട് ഗേറ്റ് കൂടെ കടത്തിവിട്ട് എന്താ കിട്ടുക? നമുക്ക് എ ബാർ എന്നാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നോട്ടിനെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് വെച്ച് പ്രൂവ് ചെയ്യാം? നമുക്ക് ആൾജിബ്രിക്കലി ദ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. എ ഇൻറ്റു എ ഇൻറ്റു എ ദ ഹോൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? എ ബാർ കിട്ടണം. അപ്പോൾ എ 0 1 അല്ലേ. എ ഇൻറ്റു എ 0, എ ഇൻറ്റു എ 1. 0 ആകുമ്പോൾ 0 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. എ ഇൻറ്റു എ ദ ഹോൾ ബാർ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാർ എത്രയായിരിക്കും? 1 0 അല്ലേ. ഇനി 1 0. അപ്പോൾ എയിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? 1. എയിൻ്റെ 0ൻ്റെ കോംപ്ലിമെൻ്റ് ഇസ് 1. 1ൻ്റെ കോംപ്ലിമെൻ്റ് എത്രയാണ്? 0. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഈക്വലാന്ന് കിട്ടി. എ ഇൻറ്റു എ ബാർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബാർ എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് എങ്ങനെയും പ്രൂവ് ചെയ്യാം? ആൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാം. ആൾജിബ്രിക്കലി പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം നോക്കിയാൽ മതി. എ നാൻഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ദി ഹോൾ ബാർ അല്ലേ. എ നാൻഡിനെ എ ആൻഡ് എ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ഇൻറ്റു എ നാൻഡ് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ദി ഹോൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു, സിൻസ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ആയത് കാരണം എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ആയത് കാരണം എ ഇൻറ്റു എ അപ്പോൾ എന്ത് വരും? എ വരും, അതിൻ്റെ ബാർ. അപ്പോൾ എ നാൻഡ് എ ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും.